അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ജിമ്മിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ബാക്കും ബൈസുമാണ് കേട്ടോ വർക്കൗട്ട്. അപ്പോൾ ആദ്യം വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിന്നപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ബാർബൽ കേളാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. അടുത്ത ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ബാക്ക് വർക്കൗട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് മിക്സായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. എനിക്ക് രാവിലെ വർക്കിന് പോകണം, ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ കേബിൾ ലാറ്റ് പുൾ ഡൗൺ ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. എനിക്ക് അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ബൈസപ്പ് കേളാണ്. ഇത് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മൂന്നാമത്തെ സെറ്റ് മാത്രമാണ് കേട്ടോ. അടുത്തത് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ലാറ്റിന് സീറ്റഡ് ഡ്രോ ആണ് കൊടുത്തത്. സീറ്റഡ് ഡ്രോ ഞാൻ ബാറിലാണ് ചെയ്തത്. ഇതും മൂന്നാമത്തെ സെറ്റാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കൊടുത്തത് ബൈസെപ്സിന് പ്രീച്ചർ കേളാണ് കൊടുത്തത്. ഇത് മൂന്നാമത്തെ സെറ്റാണ്. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലാറ്റിനാണ്. അതിന് ഞാൻ കൊടുത്തത് സ്റ്റാൻഡിങ് ലാറ്റ് പുൾ ഓവറാണ് കൊടുത്തത് കേട്ടോ. അടുത്ത വർക്കൗട്ട് ബൈസെപ്സിനായിരുന്നു. അത് ഞാൻ കൊടുത്തത് ഡംബൽ ഹാമർ കേളാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് ഫോറാംസ് കൂടി കഴിഞ്ഞാൽ എനിക്ക് പോകാം, വർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോറാംസ് കൂടെ ഉള്ളൂ. ഫോറാംസ് കൂടെ കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് നേരെ വീട്ടിലോട്ടാണ്. ബൈസെപ്സും ബാക്കും ആയിരുന്നു. കൃത്യസമയത്താണ് ഇറങ്ങിയത്. എനിക്ക് ഇനി ടൈമുണ്ട്, പിടയ്ക്കണ്ട. ഓക്കെ, ഇന്നും പുട്ടാ. ഇന്ന് എന്തൊരു ചെയ്യാൻ പച്ചരി ഇല്ല. പച്ചരി കിട്ടാറുണ്ട്. അടുത്ത മാസം റേഷൻ കൂടെ മേടിച്ചപ്പോഴേ പറ്റും. പച്ചരി കിട്ടാതെ എന്തൊരു. ഓക്കെ, രുദ്ര നല്ല ഉറക്കത്തിൽ രാവിലെ എണീച്ച് എൻ്റെ അടുത്തൊന്ന് കിടന്നിട്ട് എണീച്ച് പോയതാണ്. കിടക്കട്ടെ, ഉറങ്ങുന്ന കൊച്ചിനെ ശല്യപ്പെടുന്നില്ല. ഞാൻ പോകാനുള്ള പരിപാടി ആവട്ടെ. വെറും പുട്ട് മാത്രമേ ഉള്ളൂ. പഴം എവിടെ? പഴം ഞാൻ ഓടിയാ. പഴം ഉണ്ടാ? എനിക്കും പുട്ട് തരോ? ഞാൻ കുളിച്ച് അച്ഛൻ തേങ്ങ ഇരുന്നു. നീ പഴം തിന്നൂലല്ലേ? അതെന്താ ഞാൻ പഴം തിന്നാത്തത്? പഴം തിരക്കും. പുട്ടിനോട് പഴം. എനിക്ക് പഴം വേണ്ട. കട്ടൻ കാപ്പി. പുട്ടിനോട് കറി ഉണ്ടെങ്കിൽ പഴം തിന്നൂല. മീൻകറി ഉണ്ട്. മീൻകറി വേണ്ട. മീനുണ്ടോ? മീനുണ്ടാ? മീനുണ്ടാക്കി താ. എന്നാ ഞാൻ പോയി തല നല്ലോണം തോർത്തിട്ടോട്ട്. പുട്ട് മീൻ കറി ഞാൻ പോയിട്ട് അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ജോലി സൈറ്റിലാണ്. എനിക്കിതായി പാറ ലോഡിങ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഒരു അരലോഡ് എടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ആദ്യമൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ കഴിയത്തില്ല. എനിക്ക് കഴിയുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. ഇവിടെയും ഇതിൻ്റെ അടിയിലൊക്കെ പാറകളാണ് കേട്ടോ. ഇത് മണ്ണിൻ്റെ അടിയിൽ താന്ന് കിടക്കണം. ഈ പാറകളെല്ലാം എടുക്കണം. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അല്ല, നമ്മൾ ആ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട് കോൺട്രാക്ടറോട്. ഞാൻ കുറച്ച് പാറ കൊണ്ട് ഇട്ട് കേട്ടോ. ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോയുടെ കാര്യം ആലോചിച്ചത്.
അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വലിയ കല്ലുകളെല്ലാം കൊണ്ടിട്ട് കേട്ടോ. ഇവിടെ ഇനി വലുതൊന്നുമില്ല, അതാ കണ്ട വലിയ പാറകളൊന്നുമില്ല. ഇനി വരുന്ന ഈ സോളിങ് കല്ലുകളാണ്, ചെറിയ ചെറിയ കല്ലുകളാണ്. അതിപ്പോൾ ഓരോന്നെടുത്തുകൊണ്ട് പോകണ താമസമായതുകൊണ്ട് ഞാൻ ചാക്കിൽ കൊണ്ടാണ് പോയത് കേട്ടോ. ഇപ്പോൾ ദാ ഫുള്ള് കൊണ്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ചെറുതുപോലുമില്ല, ചതപ്പ സഹിതം വാരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കിടക്കുന്ന കല്ലുകളാണ് കേട്ടോ എടുക്കാനുള്ളത്. അത് ഒരുപാട് വലുതുണ്ട്, അത് മുഴുവനായിട്ട് പോകത്തില്ല. നമുക്കിവിടെ നിന്ന് ഒരു ലോഡ് എടുത്താൽ മതി. ബാക്കി വലിയ കല്ല് നമുക്ക് കൂടാൻ കൊണ്ടുവന്നിട്ട് അടിച്ച് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് ഇവിടെ കിടക്കുന്ന എല്ലാം വലിയ കല്ലുകൾ ഇതിൻ്റെ അടിയിലോട്ട് കിടക്കണം കേട്ടോ. മണ്ണിൻ്റെ അടിയിലോട്ട് താന്ന് കിടക്കുകയാണ്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കല്ലുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും കല്ലുകൾ അവിടെ നിന്ന് ചുവന്നിട്ടിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, സമയം നോക്കിയില്ല, സമയം അറിഞ്ഞില്ല. വിശപ്പായപ്പോഴേ കാപ്പി പിടിക്കാൻ ഇറങ്ങി. 10 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. കുറച്ച് താമസിച്ചു, കുഴപ്പമില്ല. ഇപ്പോഴാണ് വിശപ്പായത് സത്യം പറഞ്ഞാൽ. അപ്പോൾ രാവിലെ പുട്ടായിരുന്നു, ഇപ്പോൾ അപ്പവും മുട്ടയുമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പവും മുട്ടയും. അങ്ങനെ സുഹൃത്തുക്കളെ, എനിക്ക് എടുക്കാൻ പറ്റുന്ന കല്ലുകളെല്ലാം ഞാൻ വാരിയിട്ടിട്ടുണ്ട്. ഇത് ഒരു ലോഡ് ഫുള്ള് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു ലോഡ് അടുപ്പിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം വലിയ കല്ലുകളാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ ഇനി കൂടെ കൊണ്ടുവന്നിട്ട് അടിച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഈ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് നമ്മൾ സൈറ്റിൽ കൊണ്ട് ഇറക്കി കേട്ടോ കല്ലുകൾ. ഇനി വേറെ സൈറ്റിലാണ് പണി. അടുത്തത് വന്നിട്ട് ഈ തട്ട് സാധനങ്ങൾ കേട്ടോ. തട്ട് സാധനങ്ങളെല്ലാം ഈ വണ്ടിയിൽ കയറ്റി ലോഡ് ചെയ്ത് അത് സൈറ്റിൽ കൊണ്ട് ഇറക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വർക്കുണ്ട്, അവിടെയും പോകണം. ഇനി ലോഡിങ് ആണ് കേട്ടോ. ലോഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ സാധനവും വാരി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ലോഡ് ഉണ്ട്. വലിയ ലോഡല്ലെങ്കിലും വണ്ടി ഫുള്ള് ബോഡി മട്ടം ഉള്ള ലോഡുണ്ട്, പലകയാണ്. അപ്പോൾ ഞാൻ നേരെ അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. വണ്ടി അപ്പോഴത്തേക്ക് അവിടെ വരും. അപ്പോൾ ഓക്കെ. ഹലോ. അപ്പോൾ ഞാൻ തട്ട് സാധനമൊക്കെ നമ്മൾ തട്ടടിക്കാനുള്ള ഒരു സൈറ്റിൽ കൊണ്ട് ഇറക്കിയിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം എനിക്ക് വേറെ സൈറ്റിൽ പണിയുണ്ടായിരുന്നു. കുറച്ച് ഒരു ലോഡ് ചിപ്സ് നിർത്താനായിട്ട്. ഇതാണ് അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചടപടാന്നുള്ള പണിയായിരുന്നു. മുറ്റം ലെവൽ ചെയ്യാനാണ് കേട്ടോ. ചിപ്സ് മെറ്റിൽ തട്ടി ലെവലാക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോട്ടെ. എന്തായാലും നിങ്ങൾ തിന്നുന്നത്? ചോറ്. 6 മണിയായി, വിളക്കത്തിക്കാൻ സമയമായി. ഇവിടെ എന്തെടുന്നു? ഇവിടെ പെണ്ണെവിടെ? പനിയുണ്ടോ? ചുമ പിടിച്ച് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കിടക്കുന്നു. എന്തേലും പറഞ്ഞേ? 3 ദിവസത്തെ മരുന്ന് തന്നു, കുറവില്ലെങ്കിൽ കൊണ്ട് ചെല്ലണം. 3 ദിവസത്തേക്കാണ് അയാൾ മരുന്ന് തരുന്നത്. ഡോസ് കുറഞ്ഞ മരുന്നാണ് ആദ്യം തരുന്നത്. അതിൽ കുറഞ്ഞില്ലെങ്കിൽ പിന്നെ കൊണ്ടുവരുമ്പോൾ നല്ല മരുന്ന് കൊടുത്ത് ഡോസ് കൂട്ടി തരും. നേരത്തെ ഡോസ് കൂട്ടി തരത്തില്ല. അപ്പോൾ എല്ലാ കൊച്ചുങ്ങൾക്കും അങ്ങനെയാണ്. പൊടി കൊച്ചുങ്ങളും ഇരട്ട കൊച്ചുങ്ങളും എണ്ണത്തിന് കൊണ്ടുവന്നത് എല്ലാം പനിയും ചുമയും പനിയും ചുമയുടെ സമയമുണ്ട്. കൊച്ചുങ്ങൾക്ക് ചുമ തന്നെ. ഇവിടെ ഇത്രയ്ക്ക് ചുമ പിടിച്ച് അപ്പം ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര മണിയായപ്പോൾ വന്നു? ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് കിടക്കുകയാണ്. പിന്നെ കുറച്ച് പരിപാടികൾ ഇനി വീട്ടിലുണ്ട്. അപ്പം ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ടാറ്റ.